ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെയും ഒരു നാളും കൂടെ തന്നിരിക്കെ അവൻ ചെയ്തിരിക്കുന്ന ഉപകാരം നമുക്ക് ഓർക്കാം. നമുക്ക് എപ്പിസോഡ് 75 നമുക്ക് പാക്കലാം. ആണ്ടവർ നമ്മളോട് എന്നെ പേശിത് നമ്മൾ നേരത്തെ നമ്മൾ വാസിച്ചാച്ച് എഫെസ്യ ലേഖനം 6:19 ഇന്ന് 6:20 താൻ വാസിക്കുന്നത്. 6:19 നമ്മൾ പാത്താച്ചേ let God give the God ഒരു രഹസ്യം തൻ്റെ ഭക്തന്മാർക്ക് കാണിപ്പിത്. അത് എന്ന രഹസ്യം നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അന്നേരം നീ അവർക്ക് വേണ്ടി ജപിച്ചിടണം. ജപിച്ചിടുമ്പോൾ നമുക്ക് എന്നാ കിടക്കും? നമുക്ക് ജപിക്കുമ്പോൾ നമുക്ക് ആണ്ടവരുടെ സത്യത്തെ നമുക്ക് വെളിപ്പെടുത്തും. അതുതാൻ നമ്മൾ 18-ാം വാക്യത്തിൽ നമ്മൾ 19-ാം വാക്യത്തിൽ വാസിച്ചത്, ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാവധിയായി സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മാർഗം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എൻ്റെ വായ തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടണം. അന്നേരം നമുക്ക് ഒരു കാര്യം നമുക്ക് പാക്കലാം. ഇങ്ങനെ പൗലോസ് ഈ പുസ്തകം എഴുതുമ്പോൾ അവൻ ചങ്ങയിലാണ്, അവൻ ജയിലിൽ കിടക്കുകയാണ്. അവൻ ജയിലിൽ ഇരുന്നുകൊണ്ട് താൻ ഇതെല്ലാം എഴുതുന്നു. നീ പാത്ത് നോക്കണം, ഒരാൾ ജയിലിൽ ഇരുന്നുകൊണ്ട് എപ്പടി ആണ്ടവരുടെ സുവിശേഷം ചൊല്ലാൻ പറ്റും? അത് ആണ്ടവരോടുള്ള നേസം താൻ. അതുകൊണ്ട് താൻ അവൻ അപ്പടി എഴുതി. അവൻ சொல்லுക, നിങ്ങൾ അത് എന്തുകൊണ്ട് ഞാൻ ചങ്ങലയിലായി, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ബന്ധിതനായി, എന്തുകൊണ്ട് ഞാൻ ഇപ്പം ജയിലിൽ പോയി? ആണ്ടവരുടെ സുവിശേഷം ചൊല്ലിയത് കൊണ്ട് താൻ ഞാൻ ജയിലിൽ പോയിരിക്കും. അന്നേരം നിങ്ങൾ എനിക്ക് വേണ്ടി ജപിക്കുമ്പോൾ എന്നെ പറ്റും? എനിക്ക് ഞാൻ ചൊല്ലുന്ന വാക്യങ്ങൾ അത് പൂർണ്ണ ശക്തിയോടെ നിങ്ങളോട് പേശുവാനും അത് ആണ്ടവരുടെ നാമം മഹിമപ്പെടുവാനും ഇടയാവും. അന്നേരം അതുകൊണ്ട് നമുക്ക് എന്നാ വേണം? നമ്മൾ നിങ്ങൾക്ക് വചനം തരുന്ന നിന്റെ ദാസന്മാർക്ക് വേണ്ടി നിങ്ങൾ ജപിച്ചിട്. അവർക്ക് ശരിയായ വചനം നിങ്ങൾക്ക് തരുവാൻ തക്കോണം. നമ്മൾ ശരിയായ വചനം നമുക്ക് കിട്ടിയില്ലെങ്കിൽ എന്നാ പറ്റും? നാം തപ്പായ വഴിയെ പോയിടും. അതായത് നിനക്ക് ഒരു സിറ്റിയിലേക്ക് പോകണം, നിനക്കൊരു വഴി നിന്റെ മുമ്പിലിരിക്കുക. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കോയമ്പത്തൂർക്ക് പോകണം, വഴി നിന്റെ ഇരിക്കുക. ആ വഴി നീ അത് ശരിയായി പഠിക്കാതെ നീ അത് വേറൊരാൾക്ക് ചൊല്ലുവന്ന് എന്നെ പറ്റും? തപ്പായ വഴിയിലേക്ക് കൊണ്ടുപോയിടും. കോയമ്പത്തൂർ പോകുന്ന ചെട്ടിപ്പാളത്തിലേക്ക് പോയിടും, അല്ലെങ്കിൽ പൊള്ളാച്ചിയിലേക്ക് പോയിടും. നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്നാന്ന് ചൊല്ലിയാൽ എന്നത് താൻ നമ്മൾ ആണ്ടവരുടെ മുമ്പിൽ നമുക്ക് ആണ്ടവരുടെ മർമ്മങ്ങൾ നമുക്ക് ചൊല്ലണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആണ്ടവരോട് ജപിച്ചാണ്. ആണ്ടവർ നമുക്ക് അന്നേരം വചനം തന്നിടും. അന്നേരം വചനം തരുമ്പോൾ അത് എന്നായിരിക്കും? ശരിയായ വചനം തന്നെ ശരി. അതുകൊണ്ട് നമുക്ക് അപ്പടി വരുമ്പോൾ നമ്മൾ തപ്പ് പണ്ണാതെ, അതുകൊണ്ട് നമുക്ക് என்ன അപ്പോസ്തലനായ പൗലോസ് என்ன சொல்லுது? നിങ്ങൾ എനിക്ക് വേണ്ടി ജപിച്ചിട. ഞാൻ നേരത്തെ ചൊല്ലി അപ്പോസ്തലൻ ഇത്ര 13 പുസ്തകങ്ങൾ എഴുതി. 14ാമത്തെ പുസ്തകത്തെ പറ്റി നമുക്ക് ശരിയായ തെളിവില്ല. എന്നാൽ 13 പുസ്തകം എഴുതി. ആ 13 പുസ്തകം എഴുതിയ അപ്പോസ്തലനായ പൗലോസ് എന്നാ ചൊല്ലുന്നത്? ഞാൻ ശരിയായ വചനം നിങ്ങളോട് പേശേണ്ടതിന് നിങ്ങൾ എന്നാ വേണം? നിങ്ങൾ എനിക്ക് വേണ്ടി ജപിച്ചിടണം. അന്നേരം താൻ എനിക്ക് ശരിയായ വചനം നിങ്ങളോട് പേശാൻ മുടി, അല്ലെങ്കിൽ സത്യവചനം ചൊല്ലുവാൻ പറ്റും. അപ്പോൾ മറ്റും താൻ എനിക്ക് ആണ്ടവരുടെ സുവിശേഷം നിങ്ങളോട് ചൊല്ലാൻ പറ്റും. അത് എന്തിനു ഞാൻ ചൊല്ലുന്ന ആണ്ടവരുടെ സുവിശേഷം? നമ്മൾ നേരത്തെ കേട്ട ആണ്ടവരുടെ സുവിശേഷം കേൾക്കുമ്പോൾ പാപികളും ദോഷികളുമായ നമ്മൾ ആണ്ടവരുടെ പക്കൽ ചെല്ലും. നേരത്തെ ആർക്ക് താൻ ആണ്ടവരുടെ പക്കത്തിൽ വരാൻ പറ്റും? ഇസ്രായേൽ മക്കൾക്ക് താൻ വരുവാൻ പറ്റും. എന്നാൽ നമുക്ക് ആണ്ടോർ നമ്മളോട് നമ്മുടെ നേസം കാണിച്ച് നമുക്ക് എന്നാ തന്നിരിക്കെ?
നമുക്കും ആ പദവി അതിലും பெரிய ഭാഗ്യം നമുക്ക് നൽകിയിരിക്കും. അതിലും பெரிய ഭാഗ്യം നീയാൽ നമുക്ക് തിരിയും. ആണ്ടവർ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത ഫലം എന്നതായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് കൊടുത്ത അനുഗ്രഹം എന്നായിരുന്നു? സമ്പത്ത്, അവർക്ക് കൊടുത്ത സ്ഥലം, അല്ലെങ്കിൽ അവർക്ക് ആടുമാടുകൾ, അവർക്ക് മക്കൾ, എല്ലാം ഇതായിരുന്നു അവർ കൊടുത്ത അനുഗ്രഹങ്ങൾ. എന്നാൽ ആണ്ടോർ നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളോ സ്വർഗത്തിലുള്ള അനുഗ്രഹങ്ങൾ താൻ. അത് നമ്മൾ വാസിച്ചിടുമ്പോൾ ഞാൻ ആ വചനം ഞാൻ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ പണിയിടാം. ആണ്ടവർ നമുക്ക് എന്നാ നൽകിയിരിക്കുന്നത്? ആണ്ടോർ നൽകിയിരിക്കുന്നത് നമുക്ക് അതിലും പെരിയ അനുഗ്രഹങ്ങൾ താൻ. ആണ്ടോർ ഇங்கே அப்போஸ்தலனாയ പൗൽ சொல்றது ഇതൊരു മർമ്മം താൻ. ഇത് എപ്പം ആണ്ടോർ ഇതെപ്പം സ്ഥാപിച്ചാച്ചേ, അല്ലെങ്കിൽ എപ്പം ഇത് പണിയാച്ചേ? ലോക ആരംഭത്തിന് മുമ്പേ, അതായത് ലോകം ഉണ്ടാക്കുന്നതിന് മുമ്പേ തന്നെ ആണ്ടോർക്ക് തിരിയും മനുഷ്യനെല്ലാം പാവം പണിയിടും. അവൻ പാവം പണിയിട്ട് എங்கே പോയിടും? അവൻ നരകത്തിലെ പോയിടും. എന്നാൽ ആണ്ടവരുടെ സുവിശേഷം അവനോട് ചൊല്ലുമ്പോൾ അവൻ മൺതിരിഞ്ഞ് എൻ്റെ അടുത്ത് വരുവാന്നുണ്ടെങ്കിൽ അവൻ എங்கே പോയിടും? നരകത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് പോയിടും. നമുക്ക് വിസാരിക്കേണ്ട കാര്യമാണ്. നമുക്ക് ഇനി 20-ാം വാക്യം നമ്മൾ വാസിച്ചിടാം. നമുക്ക് എന്നാ എங்கே ചൊല്ലുത്? ഞാൻ സംസാരിക്കാൻ വേണ്ട വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിന് പ്രാർത്ഥിപ്പീൻ. ഞാൻ സംസാരിക്കേണ്ടുന്ന വചനം പ്രാഗൽഭ്യത്തോടെ, അല്ലെങ്കിൽ ശക്തിയോടെ ഞാൻ നിങ്ങളോട് പേശേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിപ്പീൻ. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോസ്തലനായ പൗലോസ് എനിക്ക് ഒന്നുമേ ചെയ്യാൻ പറ്റത്തില്ല. ആണ്ടോർ തരുന്ന വചനം താൻ എനിക്ക് ചൊല്ലാൻ പറ്റും. ആണ്ടോർ താൻ എൻ്റെ വായെ കൺട്രോൾ പണിയിരിക്കുന്ന, എൻ്റെ നാവിനെ കൺട്രോൾ പണിയിരിക്കുന്ന അവൻ താൻ വചനം തരുന്നേ. അവൻ തരുന്ന വചനം ഞാൻ നിങ്ങളോട് ശരിയായിട്ട് ചൊല്ലണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ பண்ணണം? നിങ്ങൾ എനിക്ക് വേണ്ടി ജപിച്ചിടുന്നു. ഇംഗ്ലീഷിൽ എന്നെ വായിക്കും, ഫോർ വിച്ച് ഐ ആം എൻ അംബാസഡർ ഇൻ ബോൺസ്. അവൻ சொல்லுது ഞാൻ സ്ഥാനാപതിയായിരിക്കെ എന്ന് சொல்லுது. ഞാൻ എന്തോത്തിന്റെ ഞാൻ കെട്ടപ്പെട്ട സ്ഥാനാപതി. ഏതെങ്കിലും രാജ്യത്തിൽ ഏതെങ്കിലും കെട്ടപ്പെട്ട സ്ഥാനാപതിയെ നീ பார்த்தாச்சா? എന്നാൽ ഇங்கே അപ്പോസ്തലനായ പൗലോസ് சொல்லுது ഞാൻ കെട്ടപ്പെട്ട സ്ഥാനാപതി. എന്തുകൊണ്ട് കെട്ടപ്പെട്ട? അതാണ് നമ്മൾ അതിന് അടുത്ത വാക്യം നമ്മൾ വാസിക്കുന്നത്. that there may I speak boldly as I ought to speak. ഞാൻ ശരിയായ വചനം ചൊല്ലേണ്ടതിന് ഞാൻ കെട്ടപ്പെട്ടിരിക്കുന്നത്. അതായത് എനിക്ക് ഞാൻ ചൊല്ലേണ്ട കാര്യങ്ങൾ ശരിയായിട്ട് ചൊല്ലണം. അത് ചൊല്ലുവാൻ തക്കോണം ആണ്ടവർ എനിക്ക് കൃപ തരണം. അപ്പോസ്തലനായ പൗലോസ് ചൊല്ലുകയാണ്. എന്നാ ചൊല്ലുക? ഞാൻ കെട്ടപ്പെട്ടിരിക്കുന്നത്. അതായത് സത്യവചനം ചൊല്ലാൻ വേണ്ടി എന്നെ കെട്ടപ്പെട്ടിരിക്കുന്നത്. എനിക്ക് പൊളി ചൊല്ലാൻ പറ്റത്തില്ല, എനിക്ക് തപ്പ് ചൊല്ലാൻ പറ്റത്തില്ല. എനിക്ക് എന്നെ ചൊല്ലാൻ പറ്റും? എനിക്ക് ചൊല്ലാൻ പറ്റുന്നത് ശരിതാൻ ചൊല്ലാൻ പറ്റും, അല്ലെങ്കിൽ സത്യവചനം താൻ ചൊല്ലാൻ പറ്റും. അത് ചൊല്ലുവാൻ വേണ്ടി ആണ്ടോർ എൻ്റെ കൂടെ ഇരിക്കുക. അത് ശരിതാൻ. ആണ്ടോർ താൻ എൻ്റെ വചനം എൻ്റെ വായിൽ തന്ന് അതും ശരിതാൻ. എന്നാൽ നിങ്ങൾ ജപിക്കുവാന്നുണ്ടെങ്കിൽ ശരിയായ വചനം ഞാൻ തപ്പ് കൂടാതെ നിങ്ങളോട് ചൊല്ലിടുവാൻ തക്കോണം ആണ്ടോർ എനിക്ക് സാധിച്ചിടും. നമ്മൾ തപ്പ് കൂടാതെ നമ്മൾ ആണ്ടവരുടെ വചനം ചൊല്ലണമെന്നുണ്ടെങ്കിൽ എന്നാ பண்ணணும்? ജപം നമുക്ക് ரொம்ப മുഖ്യமான விஷயம். ഇங்கே அப்போஸ்தலனாയ പൗലോസ് അവർ ചൊല്ലുകയാണ്, നീ എനിക്ക് വേണ്ടി ജപം പണിയിട്, നിങ്ങൾ എനിക്ക് വേണ്ടി ജപം പണിയിട. എഫെസിലെ വിശ്വാസികളോട് എന്നാ ചൊല്ലുന്നത്? നിങ്ങൾ എനിക്ക് വേണ്ടി ജപം പണിയിട. എന്തിന്? ഞാൻ സത്യവചനം ചൊല്ലുവാൻ വേണ്ടി. ഇത് നമ്മൾ വാസിക്കുമ്പോൾ ഇത് അപ്പോസ്തലനായ പൗലോസ് എഴുതിയെങ്കിൽ നമുക്കും ഇത് എത്രമട്ടും ആവശ്യമിരിക്കുമെന്ന് നമ്മൾ വിചാരിച്ചിട്ട്, അതായത് നമ്മൾ ആര് ദൈവത്തിൻ്റെ വചനം ചൊല്ലുതോ അവരെ ശരിയായ വചനം ചൊല്ലുവാൻ വേണ്ടി നിങ്ങൾ എന്നാ பண்ணണം? വിശ്വാസികൾ അവന് വേണ്ടി ജപിച്ചിടണം. കടവുകളെ ഇവനെ ശരിയായ വചനം തരുവാൻ തക്കോണം നീ ഇടവരുത്തണം. വരുന്ന ചൊല്ലുന്ന വചനം ശരിയായി ചൊല്ലുവാനും അത് ശക്തിയോട് ചൊല്ലുവാനും അതുമൂലം ഞങ്ങൾ എന്നെ പറ്റണം?
നിന്നോട് കൂടുതൽ അടുക്കുവാനും നിന്നോടുള്ള നേസം ഞങ്ങൾക്ക് ജാസ്തിയായി വരേണ്ടതിന് നീ അവന് വചനം നൽകണം. അപ്പം ഇത് നമുക്ക് അപ്പോസ്തലനായ പൗലോസ് അപ്പടി ചൊല്ലിയെങ്കിൽ ഇന്നത്തെ വിശ്വാസികൾക്ക് എത്രമാന മുഖ്യമായ വിഷയം, അല്ലെങ്കിൽ ഇന്നത്തെ പാസ്റ്റർമാർക്ക്, അല്ലെങ്കിൽ ഇന്നത്തെ മൂപ്പർക്ക്, അല്ലെങ്കിൽ ഇന്നത്തെ വചനം ചൊല്ലുന്ന ടീച്ചർക്ക് എത്രമാത്രം മുഖ്യമായ വിഷയം. ഇന്നേക്ക് എന്നാ സംഭവിക്കുന്നു നിങ്ങൾക്ക് தெரியுമോ? ഇന്നേക്ക് സംഭവിക്കുന്നത് വചനം പഠിക്കാതെ, വചനം എന്തുവാന്ന് தெரியாതെ എന്തെങ്കിലും ചൊല്ലിടുക. ഇന്നത്തെ മിനിസ്ട്രി എന്ന് ചൊല്ലിയാൽ പ്രോസ്പെരിറ്റി മെസ്സേജ് താൻ എല്ലാം ചൊല്ലുക. അതായത് നിങ്ങൾ എപ്പടി പെരിയ മനുഷ്യരാവും, അല്ലെങ്കിൽ നിനക്ക് എപ്പടി നീ വലിയ മനുഷ്യരാവും, അല്ലെങ്കിൽ നിനക്ക് എപ്പടി ഭാഗ്യം கிடைக்கும், നിനക്ക് എപ്പടി സമ്പത്ത് கிடைக்கும், നിനക്ക് ധനം ലഭിക്കും. ஆண்டவர் அது நம்மளோடு சொல்லிக்கிட்டே இல்லை. ஆண்டவர் என்ன சொல்லுது? ஆண்டவர் சொல்லுது, நீ എൻ്റെ പിന്നാലെ വരണമെന്നുണ്ടെങ്കിൽ നീ എന്നാ பண்ணணும்? നിനക്കുള്ളത് എല്ലാമേ വിറ്റിട്ട് നീ ദരിദ്രർക്ക് കൊടുത്തിട്ട് നീ എൻ്റെ പിന്നാലെ വരും എന്ന ധനവാനായ മനുഷ്യനോട് ആണ്ടവർ ചൊല്ലിയത്. ആരോട് ചൊല്ലിയത്? ധനവാനായ മനുഷ്യനോട് ചൊല്ലിയത്. ധനവാനായ മനുഷ്യൻ അവൻ ആണ്ടവരുടെ പക്കത്ത് ചൊല്ലി, ആണ്ടവരെ ഞാൻ എന്നാ பண்ணണം, ഞാൻ സ്വർഗരാജ്യം എനിക്ക് கிடைക്കാൻ വേണ്ടി ഞാൻ എന്നാ பண்ணണം? ആണ്ടവർ ചൊല്ലി, നീ പാവം ചെയ്യാതെ. അവർ ചൊല്ലി, ഞാൻ പാവം ഒന്നും ചെയ്യാതെ, ഞാൻ നല്ല വ്യക്തി താൻ, ചെറുപ്പത്തിലെ താൻ എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ ചെയ്യുക. എന്നാൽ നിനക്ക് ഒരു കാര്യം കമ്മിയിരിക്കുക, എന്നത് നീ സകലവും വിറ്റിട്ട് ആണ്ടവർ കൊടുക്കുക എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് पेपर सब फेंकना मत, तो നമ്മൾ എന്നാ പാക്കുന്നത്, നമുക്ക് ആണ്ടവരോട് നമ്മൾ പേശുമ്പോൾ, ആണ്ടോട് പേശുന്നത് ശരിയായ നമ്മൾ പേശുവാൻ തക്കോണം ആണ്ടോട് നമുക്ക് തരണം. തപ്പ് പഠിപ്പിക്കുക എന്നുണ്ടെങ്കിൽ എന്നാ പ്രോബ്ലം വരുമെന്ന് നിങ്ങൾക്ക് தெரியுമോ? നീ തപ്പ് ചൊല്ലുന്ന വചനം നീ തപ്പായിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ നിനക്ക് താൻ ശിക്ഷാവധി ജാസ്തിയിരിക്കും. അതായത് ഏത് പാസ്റ്ററായാലും ആരായാലും വചനമല്ലാതെ നീ ചൊല്ലിയാൽ എന്നാ പറ്റും? നിനക്ക് ശിക്ഷാവധി ജാസ്തിയിരിക്കേ. കാരണം നിന്റെ ദൈവത്തിന്റെ മക്കളെ നീ തപ്പായ വചനം നീ പഠിപ്പിക്കുക. നീ തപ്പായ വചനം പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിനക്ക് സ്വർഗരാജ്യത്തിൽ എന്നാ പറ്റും? നീ ആ വചനത്തിൽ നീ വചനത്തിൽ ഒരു വാക്യം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയാൽ നിനക്ക് എന്നാ പറ്റും? ഇതിലെ ശാപങ്ങളെല്ലാം നിനക്ക് കിടച്ചിടും. വിശ്വാസികൾ പഴയ നിയമത്തിൽ അപ്പടിയല്ല. അവരെ കൊന്നിടണം, അല്ലെങ്കിൽ അവരെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് ചൊല്ലിയിടുക. എന്നാൽ പുതിയ നിയമത്തിൽ ചൊല്ലുക, ഇതിലെഴുതിയ ശാപം എല്ലാം നിനക്ക് കിടക്കും. നമ്മൾ ആണ്ടവരുടെ മുമ്പിൽ നമ്മൾ എന്നാൽ ശരിയായ വചനം ചൊല്ലുവാൻ തക്കോണം നമ്മൾ തന്നെ ജപിച്ചിട്ട് പോകണം. അത് മാത്രമല്ല, വിശ്വാസികൾ നമുക്ക് വേണ്ടി ജപിച്ച് അവർക്ക് ആണ്ടവർക്ക് ചിത്തമായ രീതിയിൽ വചനം ചൊല്ലുവാൻ തക്കോണം ആണ്ടവർ നമുക്ക് ഇട നൽകണം. അപ്പടി നമുക്ക് ഇട നൽകുവാന്നുണ്ടെങ്കിൽ എന്നെ പറ്റും? ആണ്ടോർ നമ്മളെ ആശീർവദിക്കും. ഞാൻ എൻ്റെ സമയം എങ്കിൽ മുടിഞ്ഞാച്ച് ആണ്ടോർ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആണ്ടോയുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആമീൻ.